അഡ്വക്കേറ്റ് കെ രാംകുമാർ, അതായത് കോൺഗ്രസിൽ നിൽക്കുന്നതും കോൺഗ്രസ്സുകാരനായി തുടരുന്നതും രണ്ടാണെന്നാണ് ജയറാം രമേശ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് തരൂർ ഇനിയും കോൺഗ്രസ്സുകാരനല്ലെന്നോ ജയറാം രമേശ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പാർട്ടി അച്ചടക്കം എന്നൊന്ന് രാഷ്ട്രീയ പ്രവർത്തകർ പറയാറുണ്ടല്ലോ. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെങ്കിൽ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല? അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്നൊരഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടിയും പാർട്ടി പ്രവർത്തനം രണ്ടാണെന്ന് പറയുന്ന ആൾ ഇദ്ദേഹം ചെയ്തത് എന്ത് പ്രവർത്തനമാണ് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് പകരം, ഒറ്റപ്പെടുത്തുന്നതിന് പകരം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവിടെയാണ് കോൺഗ്രസിൻ്റെ ഗതികേടും ബലഹീനതയും കൂടുതൽ വ്യക്തമാകുന്നത്. ഒരംഗത്തിനെതിരെ പോലും അച്ചടക്ക നടപടിയെടുക്കാൻ ശക്തിയോ ആർജവുമുള്ളൊരു നേതൃത്വം ഇന്ന് കോൺഗ്രസ്സിനില്ലാതെ പോയി. ഒരാളെപ്പോലും മുഷിപ്പിക്കാൻ അവർക്ക് ധൈര്യമില്ല. അല്ലെങ്കിൽ പരസ്യമായി നയങ്ങളെ എതിർത്ത ആരെയും കൈകാര്യം ചെയ്യാനോ അച്ചടക്ക നടപടിയെടുക്കാനോ പാർട്ടി തയ്യാറാവുന്നില്ലല്ലോ. മറിച്ച് അവരോട് ഒത്തുചേർന്ന് അവരെ ഒറ്റപ്പെടുത്തി. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു തരൂരിന് വേണമെങ്കിൽ പോകാമെന്ന്. എന്നാൽ കളഞ്ഞൂടെ? സസ്പെൻഡ് ചെയ്തൂടെ? അച്ചടക്ക നടപടിക്ക് നോട്ടീസ് കൊടുത്തൂടെ? അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവിടെയാണ് ഞാൻ പറയണത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദയനീയ സ്ഥിതി ആലോചിക്കുമ്പോൾ അവരുടെ ശത്രുക്കൾക്ക് പോലും അവരോട് അനുകമ്പ തോന്നും. അത്രമാത്രം അതൊരു പാർട്ടി അല്ലാതെ ആയിരിക്കുന്നു, വെറും ആൾക്കൂട്ടമായി അത് പതിച്ചിരിക്കുന്നു. അച്ചടക്കം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ അയലത്ത് കൂടെ പോയിട്ടില്ല. അതുകൊണ്ട് ആ പാർട്ടി ശശി തരൂരിനെ പോലൊരു പ്രഗത്ഭനെ ഈ രീതിയിൽ വീക്ഷിച്ചതും കൈകാര്യം ചെയ്യുന്നതും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരിക്കലും അത്ഭുതമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുണ്ടാവുള്ളൂ. കാരണം ഇതാണ് അവരുടെ പാരമ്പര്യം. കഴിവും പ്രാഗൽഭ്യമുള്ള ആളുകളെ അവർക്ക് വേണ്ട. അവർക്ക് ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ പാദസേവകരെ മാത്രം മതി. അവർക്ക് മാത്രമേ ആ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. മിസ്സിസ് ചതുർവേദി, ഇപ്പോൾ നമ്മുടെ നയതന്ത്ര സംഘത്തിൽപ്പെട്ട മിസ്സിസ് ചതുർവേദി ശിവസേനയിൽ ചേരുന്നതിന് മുമ്പേ AICC ഓഫീസിലെ ഓഫീസ് സ്റ്റാഫായിരുന്നു. അവരെന്ത് പറഞ്ഞിട്ടാണ് കോൺഗ്രസ്സിൽ പോയത്? കഴിവുള്ള ആളുകളെ ആരും അംഗീകരിക്കാൻ തയ്യാറില്ല, അതുകൊണ്ട് ഞാൻ പാർട്ടി വിടുന്നു. അവർ ശിവസേനയിൽ പോയി. ഇപ്പോൾ അതിലുമാണ്. ചുരുക്കത്തിൽ എന്തെങ്കിലും വ്യക്തിത്വമോ പ്രാഗൽഭ്യമോ വിദ്യാഭ്യാസ യോഗ്യതയോ നേതൃപാഠവുമുള്ള ആരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ട. അവരെ വേണ്ടത് ഒരു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലും അവരെ പ്രകീർത്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം പാദസേവകരും സ്തുതിപാഠകരും മാത്രമേ കോൺഗ്രസ്സിന് വേണ്ടൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് അതിനെ ഒരു പാർട്ടി എന്ന് വിളിക്കാൻ വയ്യ, വെറും ഒരാൾക്കൂട്ടം. ആ പാർട്ടിയുടെ ഗതികേട് 140 കൊല്ലത്തെ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആ പാർട്ടിയുടെ ഗതികേട് കാണുമ്പോൾ വാസ്തവത്തിൽ ജനങ്ങൾക്ക് സഹതാപം തോന്നുന്നു.